ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു എയർലൈൻ ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. നടുക്ക് സ്ലിറ്റ് ഉള്ളത്. ഇതാണ് എൻ്റെ മെഷർമെൻറ്റ്സ്. ആ മെഷേഴ്സൊക്കെ അടയാളപ്പെടുത്തിയ ശേഷം നമ്മളത് കട്ട് ചെയ്യണം. എൻ്റെ മെഷേഴ്സ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിനകത്ത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും കാണാത്തത്. എന്നിട്ടത് ലൈനിങ്ങിൽ വെച്ചാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. എല്ലാം അടയാളപ്പെടുത്തിയിട്ട് ലൈനിങ് വെച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ നെക്കിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നടുക്ക് നമുക്കൊരു ഓപ്പണിങ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ലൈനിങ് ചേർത്ത് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പാർട്ട് നേരത്തെ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു ഓപ്പണിങ് കൊടുക്കണം. ഫ്രണ്ട് പാർട്ട് ഒരു കേർവായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, സ്ട്രൈറ്റ് രീതിയിലല്ല. എന്നിട്ട് ഇതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടവും നമ്മളുടെ നെക്കിൻ്റെ പാർട്ടും ഒന്ന് ജസ്റ്റ് തയ്ച്ച് വിടണം. എന്നിട്ട് നമ്മൾ മറ്റേ ഓപ്പണിങ് കൊടുത്ത പാർട്ട് ലൈനിങ് ചേർത്ത് തയ്ക്കണം. ക്യാമറയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് തയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇനി ഒരു തുണി എടുത്തിട്ട് നമുക്കൊരു പാർട്ടിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ രണ്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇതിനാദ്യമേ അകത്തോട്ട് മടക്കിയിട്ട് ഇനി ഒന്നുകൂടി ആ തയ്യൽ കാണാത്ത രീതിയിൽ വെക്കണം. ഫ്രണ്ടിൽ ഇതുള്ളൊരു സ്പേസ് വരും, അതിലോട്ട് ചേർത്താണ് മറ്റേത് തയ്ക്കുന്നത്. ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടി തയ്ക്കുന്ന പോലെ തന്നെയാണ് തയ്ക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഇത് തയ്ച്ചതും പിന്നെ നേരത്തെ തയ്ച്ച് വെച്ച പാർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യണം. ഫുൾ നമ്മൾ ജോയിൻ ചെയ്യില്ല, ഇതുപോലൊരു കട്ട് പാർട്ട് വരുന്ന വരെയാണ് ജോയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ആ കട്ട് പാർട്ടൊന്ന് നമുക്ക് തയ്ച്ച് വിടണം. ചുരിദാറിൻ്റെ ഒക്കെ സൈഡ് അടിക്കത്തില്ല, അതുപോലെ തന്നെ ആ കട്ട് വരുന്ന പാർട്ടൊന്ന് അടിച്ചു വിടണം.
എന്നിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ അടിച്ചിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ഇത് ഇൻവിസിബിൾ സിബാണ്. ഈ സിബിൻ്റെ വൺ സൈഡ് നമ്മൾക്കിങ്ങനെ തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ അതിൻ്റെ അറ്റത്തൂടെ അടിക്കണം. രണ്ട് സൈഡ് ഓപ്പോസിറ്റ് തിരിച്ച് വെക്കണം. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ സിബ് ഇടുന്ന പാർട്ട് രണ്ട് സൈഡ് ഓപ്പോസിറ്റായിട്ട് വെക്കണം. ഈ ഒരു ഇതും കൊണ്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അറ്റത്തൂടെ തയ്ക്കാൻ പറ്റും. മറ്റേതാകുമ്പോഴേക്കും തയ്ക്കാൻ പറ്റത്തില്ല. ആ രണ്ടും നമുക്കതുപോലെ തയ്ച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കട്ട് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനും അത്ര പ്രൊഫഷണൽ ഒന്നുമല്ല, ഞാൻ തയ്യൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ രൂപത്തിലാണ് തയ്ക്കുന്നത്. ഞാൻ തയ്ച്ചതിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ല പെർഫെക്റ്റായിട്ട് സിബ് നമുക്ക് കാണാത്ത രീതിയിലിരിക്കും. ബാക്കിൽ അങ്ങനെ സിബ് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. എന്നിട്ട് രണ്ട് ഷോൾഡറും അടിക്കണം, അറ്റം അടിക്കണം. അതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വരും. അപ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റത്തില്ല. വീഡിയോ എടുത്തുകൊണ്ട് തയ്ക്കാൻ പാടായുണ്ടായിരുന്നു. എന്നിട്ടൊരു ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടൺ പിടിപ്പിക്കും. ഇത് നമുക്ക് കടയിൽ കിട്ടും ഇതുപോലത്തെ സാധനം. അതിനകത്ത് ഞാൻ ബട്ടൺ പിടിപ്പിച്ച് ഇനി സെൻറ്റർ വെക്കുമ്പോൾ ഒരു സ്റ്റൈലായിരിക്കും. അതിനായിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു ചെറിയൊരു പീസ് തുണി എടുക്കണം. എന്നിട്ട് നമ്മുടെ ആ ബട്ടൻ്റെ മണ്ടഭാഗം ഇല്ലേ, ഇത് ഈ പാട്ടോ, അത് ആ തുണിയുടെ അടിയിൽ വെക്കണം. എന്നിട്ട് ആ തുണി ട്വിസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. നന്നായിട്ട് ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ക്ലോത്ത് അതിൻ്റെ അടിയിൽ വെക്കണം. എന്നിട്ട് മറ്റേ ആ പാർട്ട് എടുത്തിട്ട് അകത്തി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. ആ തുണി എല്ലായിടത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലൊരു ബട്ടൺ റെഡി ആയി കിട്ടും. എന്നിട്ട് നമുക്കത് സെൻറ്ററിൽ എല്ലായിടത്തും പിടിപ്പിക്കാം. പിടിപ്പിച്ചതിന് ശേഷം ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. അത്ര പ്രൊഫഷണൽ ഒന്നുമല്ല. വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ.